ഹായ്, എസ് പി ഉള്ളതാണ്. വലിയ എന്തോ വാർത്ത കൊടുത്തു എന്ന നിലയ്ക്കാണ് രാവിലെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം കൂടി EDയുടെ ഒരു മൊഴിപ്പകർപ്പ് പുറത്തു കിട്ടി. ശശിധരൻ കർത്ത എന്ന വ്യക്തി CMRLുമായി ബന്ധപ്പെട്ടു പിണറായി വിജയനും മകൾക്കും സേവനങ്ങളൊന്നും ചെയ്യാതെയാണ് ഞങ്ങൾ ഫണ്ട് കൊടുത്തത്, പണം കൊടുത്തത് എന്നുള്ള മൊഴി കൊടുത്തു എന്ന രീതിയിൽ ബ്രേക്കിംഗ് ആഘോഷിക്കുകയായിരുന്നു. ആ ബ്രേക്കിംഗ് ആഘോഷിച്ചതിന് ശേഷം പിണറായിയുടെ വാർത്താ സമ്മേളനം നടന്നു. സ്വാഭാവികമായിട്ടും തനിക്കെതിരെ ഉയർന്നു വന്ന അതിഗുരുതരമായ ആരോപണം കേൾക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യണം? താനിതാ പെടാൻ പോകുന്നു എന്ന രീതിയിൽ ഭീതിപ്പെട്ടു പോകണം. പക്ഷേ പിണറായിയുടെ വാർത്താ സമ്മേളനം തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു ഈ മാസ് മറുപടി എന്ന് കേട്ടിട്ടുണ്ട്. അതായത്, നിങ്ങൾ എത്ര വാർത്ത ഈ കൊടുത്തതാണ്, ഇനിയും നിങ്ങൾ ശ്രമിച്ചു നോക്കൂ എന്ന തരത്തിൽ മറുപടി പറഞ്ഞു വയ്ക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും സംഘപരിവാറുകാരും മുതലാളിമാർക്ക് പണം കൊടുത്തുണ്ടാക്കുന്ന ചില ബ്രേക്കിങ്ങുകളോടൊക്കെ പിണറായിയെപ്പോലെ കരുത്തുറ്റ നേതാവിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മരണമാസം എന്ന് പറയേണ്ടി വരികയാണ്. ഈ CMR കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള ബന്ധം വെച്ചിട്ടാണ് താങ്കൾ മകൾക്ക് പണം കൊടുത്തത് എന്നുള്ളതാണ് EDക്ക് ചൈതന്യ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആരാ പുറത്ത് വിട്ടിരിക്കുന്നു? ആരാ പുറത്ത് വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവും? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. പിണറായി വിജയനുമായിട്ടുള്ള വ്യക്തിബന്ധം കാരണമാണ് മകളുടെ കമ്പനിക്ക് പൈസ കൊടുത്തത് എന്നൊരു മൊഴി അദ്ദേഹം പറയുമെന്ന് താങ്കൾ കരുതുന്നു. എങ്ങനെ? അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ചുനാൾ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് കേട്ടല്ലോ. ഒരു കൃത്രിമമായ ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. കാര്യം ഇപ്പോഴത്തെ നമ്മുടെ ഈ എതിരായിട്ട് കാറ്റ് വീശുമ്പോൾ എന്ത് ചെയ്യണം? അനുകൂല കാറ്റുണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി കളമൊരുക്കണം, അതിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കണം. ആ കരുക്കൾ നീക്കലിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് കൂടെ ഇടവിട്ട് CMRL കേസ്, പിണറായി വിജയൻ, ED എന്നൊക്കെ തുടങ്ങി ചില കാര്യങ്ങൾ പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള വിശ്വാസവും അതിലെന്ത് സംഭവിക്കാനുണ്ടോ സംഭവിക്കട്ടെ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ എത്ര കേസുകൾ എനിക്കെതിരെ ഭാവനാസമ്പന്നമായി എഴുതി പടപ്പിച്ചതാണ്. എന്ത് സംഭവിച്ചു ഇതുവരെ? ഒരു രോമത്തിൽ തൊടാൻ പറ്റിയോ? തുടങ്ങിയ രീതിയിൽ ആ പറയുന്ന വിവാദങ്ങൾക്ക് നേരെ പിണറായിയുടെ പ്രതികരണം വരുമ്പോൾ തെളിയുന്നൊരു കാര്യമുണ്ട്. ഒരാൾക്ക് അയാളെക്കുറിച്ച് നല്ല ആത്മവിശ്വാസമുണ്ടെങ്കിൽ അയാൾ എന്ന വ്യക്തി എത്രത്തോളം ശക്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാളിലൂടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാതെ ഇല്ലാതാക്കണം. കാര്യം ഈ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്, സിബു സോറനെ, ഒപ്പം മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ പലരെയും ഈ ED ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി രാജ്യത്താകമാനം പല കേസുകൾ അവർ ഉണ്ടാക്കിയത് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് മാത്രം അത് ബോധ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ട. ബോധ്യപ്പെടാത്തതല്ല, ഒരിക്കലും ബോധ്യപ്പെടില്ല. കാര്യം അവരുടെ കൂടി ആവശ്യമാണ് സംഘപരിവാർ അജണ്ട എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സംഘപരിവാർ വൽക്കരണം നടത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ. രാജ്യത്താകമാനം നേരത്തെ പല ഉദാഹരണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിനെ കണ്ണുമടച്ച് വിശ്വസിച്ചു വാർത്ത എന്നുള്ള നിലയ്ക്ക് ED നേതാക്കന്മാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ ഇപ്പോഴത്തെ പാറ്റാ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അവർ അതിൽ നിന്ന് പിൻവലിയാൻ വേണ്ടി ചെയ്ത ആ പ്രവർത്തനം അതങ്ങോട്ട് ഏറ്റിട്ടില്ല. ഊതിപ്പെരിപ്പിച്ചു കൊണ്ടുവന്ന് മാധ്യമങ്ങളിലൂടെ ബ്രേക്കിംഗ് അടിപ്പിച്ചെങ്കിലും അതിലൊന്നും ഒരു ചുക്ക് സംഭവിക്കാൻ പറ്റുന്നില്ല. നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് പോയി ചെയ്യുമെന്ന് പിണറായി മറുപടി പറഞ്ഞു വയ്ക്കുമ്പോൾ എന്തൊരു ഹീറോയിസമാണ് ആ മറുപടിക്കെന്ന് പറയാതെ തരമില്ല.